മഹാദൈവവും കർത്താവും നിത്യപിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്നെ ഈ മെസ്സേജിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങൾ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് ചെയ്യുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ ഓർക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻസിനും ഈ സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 66-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. അപ്പോൾ അവിടെ യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുന്നു. ദൈവത്തിന് അതിയായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യഹോവയുടെ കൈയെ പറ്റി സംസാരിക്കുന്നു. നമ്മൾക്കറിയാം, വചനം പറയുന്നു ദൈവം ആത്മാവ് ആകുന്നു എന്ന്. ആത്മാവ് ആയ ഈ ലോകത്തിൽ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഈ സകല സൃഷ്ടിയിലും ഒതുങ്ങി നിൽക്കാത്ത ദൈവം, അതായത് എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ ഇടങ്ങളിലും ഉള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ എന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള യഹോവയായ ദൈവം, ആ ദൈവത്തിൻ്റെ കൈ നമ്മൾക്ക് എങ്ങനെ വെളിപ്പെടും? അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണോ, അതോ ഇത് ഒരു മനുഷ്യൻ്റെ കൈയെ പോലെ അല്ല? നമുക്ക് വെളിപ്പാട് ഉണ്ടാകണം. ഏതാണ് ഈ കൈ, എന്താണ് ഈ കൈ എന്ന് അറിയുവാൻ വേണ്ടി. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നത് ഇത് എല്ലാവർക്കും വെളിപ്പെടില്ല, ഇത് തൻ്റെ ദാസന്മാർക്ക് മാത്രമാണ് വെളിപ്പെടുന്നത്. ആർക്കാണ് വെളിപ്പെടാത്തത്? ശത്രുക്കൾക്ക്. ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് വെളിപ്പെടില്ല, അവർക്ക് അവൻ ക്രോധം കാണിക്കും. യഹോവയുടെ ദാസന്മാർക്കോ യഹോവയുടെ കൈ വെളിപ്പെടും. 66-ാമത്തെ അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകം ആ ഒരു മൊത്തം പ്രവചനത്തിൽ ഉള്ള കാര്യം, യഹോവ തൻ്റെ ദാസനെ വെളിപ്പെടുത്തുന്നു. ആ ദാസനിൽ കൂടെ രക്ഷയുടെ പ്രവൃത്തിയെ ചെയ്യുകയും ആ ദാസനെ നോക്കി മനസ്സിലാക്കണം, ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ അറിയണം എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 52-ന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും എന്നും അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. യഹോവ എന്ന നാമം, അത് മോശയ്ക്ക് വെളിപ്പെട്ട നാമം, സകല ഇസ്രായേലിനും അറിയാവുന്ന നാമം ഇരിക്കെ, അവരിൽ ആ നാമം ഇരിക്കെ കർത്താവായ ദൈവം, യഹോവ ആയ ദൈവം പറയുന്നു, എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. ഒടുക്കൽ ഈ 66-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, എൻ്റെ ജനത്തിന് എൻ്റെ കൈ വെളിപ്പെടും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് നോക്കാം, എന്താണ് യഹോവയുടെ കൈ. ഇവിടെ 66-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രമസ്ഥലം ഏത്? അപ്പോൾ ദൈവത്തിന് ആർക്കും ഒരു വിശ്രമസ്ഥലം പണിയുവാൻ സാധ്യമല്ല. ദൈവം സകല സൃഷ്ടിയിലും നിറഞ്ഞു നിൽക്കുന്നവനാകുന്നു. 1 രാജാക്കന്മാർ അതിൻ്റെ 8-ാമത്തെ അധ്യായം
നമുക്ക് 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അവിടെ ദൈവത്തിൻ്റെ തേജസ്, യഹോവയുടെ തേജസ്, യഹോവയുടെ നാമം ഉള്ള ആലയം, അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ നാമം ഉള്ള ആലയം എന്ന് ശലോമോൻ വളരെ വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറയുന്നു. ആലയം പണിഞ്ഞത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരുന്നു. ആ ആലയത്തിൻ്റെ മേൽ യഹോവയുടെ നാമം ഉണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവ് ആ ആലയത്തിലുണ്ടായിരുന്നു. യഹോവയുടെ നാമം ആ ആലയത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശലോമോൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ശ്രദ്ധിക്കാം. 27-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 28-ാമത്തെ അധ്യായത്തിൽ അത് 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അപ്പോൾ യഹോവയുടെ ആലയമാണ്, യഹോവയുടെ തേജസ്സാണ് അവിടെ വന്ന് നിറഞ്ഞിരിക്കുന്നത്. അത് യഹോവയുടെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. മേഘമാണ് കാണുന്നതെങ്കിലും പ്രവർത്തനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആകുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ദൈവം മേഘമല്ല, ദൈവം തൻ്റെ സൃഷ്ടിയല്ല. ദൈവം സൃഷ്ടിയാൽ ആ സമയത്ത് തൻ്റെ വെളിപ്പാടിനെ അവിടെ നൽകുന്നു. അത് കണ്ട് ആ തേജസ് കണ്ട് നിൽക്കുവാൻ പുരോഹിതന്മാർക്ക് സാധിക്കുന്നില്ല. ആ ശക്തി അത്ര വലുതാകുന്നു. ദൈവത്തിൻ്റെ ആ പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ തേജസ് അവിടെ അത്രയ്ക്ക് അധികമായിരുന്നു. പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവിടെ ശലോമോൻ പറയുന്നതും നമ്മൾ വളരെ ശ്രദ്ധയോടെ അവിടെ നോക്കേണ്ട ഒരു കാര്യം. സ്വർഗാതിസ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം എങ്ങനെ യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കും? പക്ഷേ അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ആലയത്തിൽ അവിടെ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ സ്വർഗാതിസ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, സ്വർഗത്തിലെ സിംഹാസനത്തിൽ ആ സമയം തന്നെ ഇരിക്കുന്നവൻ, ആ സമയത്ത് മേഘത്തിൻ്റെ പ്രത്യക്ഷതയിൽ അവിടെ ആ ആലയത്തിൽ തൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നു. ആ വാക്യം 1 രാജാക്കന്മാർ 8 വായിച്ചാൽ ശലോമോൻ പിന്നെയും പറയുന്നു, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നിന്റെ ആലയത്തിൻ്റെ ദിശയിൽ നോക്കി നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നിന്റെ നാമം ഉള്ള ആലയത്തെ നോക്കി അവർ വിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ എന്ന് വളരെ വ്യക്തമായിട്ട് ശലോമോൻ അവിടെ പറയുന്നു. ഇതെല്ലാം ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുന്നതല്ല. ആത്മാവിൻ്റെ പ്രവർത്തനം ശലോമോനിൽ ഉണ്ടാകുമ്പോൾ ശലോമോൻ ആ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇത് വിളിച്ചു പറയുന്ന സത്യമാണ്. അത് തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 66-ാമത്തെ അധ്യായം 1-ന്റെ വാക്യം 1-ൽ പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് സംഖ്യാപുസ്തകം 23-ന്റെ 19-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം മേഘമല്ല, ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. പക്ഷേ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കെ ദൈവത്തിന് തൻ്റെ പ്രത്യക്ഷത വരുത്തുവാൻ, തൻ്റെ വെളിപ്പാട് വരുത്തുവാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏത് ഭാഗത്തെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ള കാര്യം വചനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആലയം, അതായത് ശലോമോൻ പണിഞ്ഞ ആലയം,
പിന്നെ സെറുബ്ബാബേലിന്റെ സമയത്ത് പിന്നെയും പുതുക്കി പണിഞ്ഞ ആ ആലയം, ഒരേ ഒരു ആലയം, പുതുക്കി പണിഞ്ഞ ആ ആലയം, അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിത്യ ആലയം ആ ആലയത്തിൽ വന്നെത്തി. ആ ആലയത്തിൽ കച്ചവടത്തിൻ്റെ സ്ഥാനമാക്കിയിരുന്ന റബ്ബിമാരും ഫരീസിമാരെയും അവരുടെ കച്ചവടക്കാരെയും വടികൊണ്ട് അടിച്ച് അവരെ വെളിയിലിറക്കി. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ആലയത്തെ വീഴ്ത്തുവിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഈ ആലയത്തെ പിന്നെയും ഉയർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചത്, 400 വർഷം ഈ ആലയം പുതുക്കി പണിയുവാൻ, 40 വർഷത്തിലധികം ഈ ആലയം ആദ്യം പണിയുവാൻ എടുത്ത ആലയം നീ എങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് ഇതിനെ ഉയർത്തും എന്ന് പറയുന്നു. അവിടെ തന്നെ പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർ പിന്നെ അവൻ ഉയർത്തപ്പോൾ ഓർത്തു, അവൻ്റെ ശരീരത്തെ തന്നെ ആലയം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു ആ ആലയമായിരുന്ന, മനുഷ്യ ശരീരമായിരുന്ന, പുത്രൻ എന്ന പദവിയുള്ള ആ ശരീരമായ ആലയത്തെ പറ്റി പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ വേലയെ ചെയ്യുന്നു. ദൈവം സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനാകുന്നു. സ്വർഗത്തിനെ അവന് വഹിപ്പാൻ കഴിവില്ല. അവൻ സ്വർഗം തൻ്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ അവൻ്റെ മക്കൾ ഇവിടെ അവനെ ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ അവൻ്റെ പാദപീഠത്തിൽ, അതായത് ഭൂമിയായ പാദപീഠത്തിൽ അവനെ ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി എൻ്റെ പാദപീഠം എന്ന് പറയുന്നു. അതുകൊണ്ട് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം, an omnipresent God, എല്ലാത്തിലും എപ്പോഴും സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ആ ദൈവം എങ്ങനെ ഒരു മനുഷ്യനാകും? ആ ദൈവം എങ്ങനെ ഒരു ആലയത്തിൽ നിലനിൽക്കും എന്ന് നമ്മൾ എങ്ങനെ അത് ആലോചിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെയും നമുക്ക് കടന്നു പോകാം. കൈ, യഹോവയുടെ കൈ ആരാകുന്നു? സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കാത്തവൻ, ഈ ഒരു രൂപവും ഇല്ലാത്തവൻ, ആർക്കും കാണാൻ സാധിക്കാത്തവൻ, അങ്ങനെ ഒരു ദൈവത്തിന്, മനുഷ്യൻ അല്ലാത്തവന്, മനുഷ്യപുത്രൻ അല്ലാത്തവന് എങ്ങനെ ഒരു കൈ ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ച് കണ്ട് അറിയണം. അതിന് തന്നെ വചനം 2-ാമത്തെ വാക്യം, അധ്യായം 66 യെശയ്യാവിൻ്റെ പുസ്തകം, അതിൽ പറയുന്നു, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടന്, മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ ഈ കൈ കൊണ്ടാണ് ദൈവം സകലതും ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഇത് ഒരു സാധാരണ മനുഷ്യനുള്ള കൈയാകുന്നുവോ എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ 40-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യഹോവയ്ക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ മരുഭൂമിയിൽ നിന്നും വിളിച്ചു പറയുന്ന ശബ്ദം. ആ ശബ്ദം ആരാകുന്നു എന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ വഴി ഒരുക്കപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ്? വചനം ആയിരുന്നവൻ ജഡം ആയി തീർന്നപ്പോൾ അവന് വേണ്ടിയാണ് വഴി ഒരുക്കുന്നതെന്ന് യോഹന്നാൻ അധ്യായം 1-ൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അധ്യായം 1 അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത്, സകലതും സൃഷ്ടിയിൽ ചെയ്തത് ആ വചനം ആയിരുന്നു എന്ന് പറയുന്നു.
അവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, സകലതും എൻ്റെ കയ്യാൽ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഈ വചനം സൃഷ്ടി അല്ല, ഉളവായവൻ അല്ല, അവന് എല്ലാ സകലത്തിനും ഉളവായത് സകലത്തിനും മുൻപുള്ളവൻ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനം പറയുന്നു. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യഹോവയുടെ കൈ എന്ന് വെച്ചാൽ ഈ വചനം തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനം മുഖാന്തരം സകലതും ഉളവായി ഇവിടെ പറയുന്നു. അവിടെ കയ്യാൽ ആണ്, യഹോവയുടെ കയ്യാൽ ആണ് സകലതും ഉളവായതെന്ന് പറയുന്നു. ഇവിടെ വചനം ആദിയിൽ ഉണ്ടായിരുന്നു, അതായത് സകലത്തിനു മുൻപേ വചനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ വചനം ആദിയിൽ തന്നെ ഉള്ളത്, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ യഹോവയുടെ കൈ ഒരു മനുഷ്യനെ പോലെ പോലും ഒരു ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ കൈ യഹോവയോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യക്തിയായി തീരത്തില്ല. പക്ഷെ ദൈവം മനുഷ്യനല്ല, ഒരിക്കലും ദൈവം മനുഷ്യനല്ല. മനുഷ്യനെ പോലെ നമുക്ക് ദൈവത്തെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു മനുഷ്യനെ പോലെയെങ്കിലും അവന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 2 വ്യക്തിയായി തീരുമോ സഹോദരങ്ങളെ? അപ്പോൾ വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യക്തിയല്ല, അത് ദൈവത്തിൻ്റെ തന്നെ ആത്മാവാകുന്നു. എന്തുകൊണ്ട്? ദൈവം ആത്മാവാകുന്നു, ദൈവം സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാകുന്നു, അവന് കാണാൻ പറ്റാത്തവനാകുന്നു. ആർക്കും കാണാൻ പറ്റാത്തവൻ, ഓംനിപ്രസന്റ് ഇൻവിസിബിൾ ഗോഡ്. ആ ആത്മാവായ ദൈവം, ആ വചനം ആയ ദൈവം, വചനം ദൈവം തന്നെ ആയിരുന്നു, വേറെ ഒരു വ്യക്തിയല്ല. വചനം ദൈവം തന്നെ ആയിരുന്നു. ആ വചനമായിരുന്നവൻ ജഡം ആയിത്തീർന്നു, ഞങ്ങളുടെ മധ്യത്തിൽ വസിച്ചു എന്ന് യോഹന്നാൻ സാക്ഷ്യം പറയുന്നു. യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്ന മരുഭൂമിയിലുള്ള ശബ്ദമാണെന്ന് യോഹന്നാൻ പിന്നെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ സാക്ഷ്യം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയ 40-ാമത്തെ അധ്യായത്തിൽ കാണുന്ന അതേ മരുഭൂമിയിൽ ഉള്ള ശബ്ദം. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 66-ന്റെ 1-2 വായിച്ചപ്പോൾ യഹോവയുടെ കൈ സകലം സൃഷ്ടിച്ചു. യോഹന്നാൻ 1-2 വായിച്ചപ്പോൾ സകലതും സൃഷ്ടിച്ചത് യഹോവയുടെ വചനം ആയവൻ. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അതായത് ദൈവത്തിൻ്റെ കൈ ദൈവത്തോട് കൂടെ ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിയുടെ വേല അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദൈവത്തിൻ്റെ കൈ, അതായത് ദൈവത്തിൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-ൽ വചനത്തിൽ നിറഞ്ഞു നിന്നവൻ, ആത്മാവിൽ നിറഞ്ഞു നിന്ന പൗലോസ് പറയുന്നു, ദൈവം ഒരുവൻ, കർത്താവ് ഒരുവൻ, ദൈവം ഒരു ആത്മാവ് തന്നെ, ദൈവം ആത്മാവാകുന്നു, ഒരു ആത്മാവാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒരാത്മാവ്, പല പ്രവർത്തനം. വൺ സ്പിരിറ്റ്, many manifestations of the very same spirit of God. ഒരേ ആത്മാവാൽ പല വരങ്ങളാൽ
ദൈവം തൻ്റെ സൃഷ്ടിയിലും, ദൈവം തൻ്റെ മക്കളിലും, ദൈവം തൻ്റെ വൃതന്മാരിലും, ദൈവം തൻ്റെ പ്രവാചകന്മാരിലും, അപ്പോസ്തോലന്മാരിലും ഒരേ സമയം നൂറായിരക്കണക്കിന് സ്ഥലത്ത് പ്രവർത്തിക്കുന്നു ഒരേ ആത്മാവാൽ. നമ്മൾ കാണുന്നു വെളിപ്പാട് പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു അവിടെ കുഞ്ഞാടായിട്ട് നിൽക്കുമ്പോൾ അവനിൽ 7 കൊമ്പും 7 കണ്ണുകളും, അത് ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ സകല ഭൂമിയിലും പ്രവർത്തിച്ച ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ അവനിലുണ്ട്. മുന്നോട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ തന്നെ കുഞ്ഞാട്, അവൻ തന്നെ ദൈവത്തിൻ്റെ വചനം, അവൻ്റെ നാമം ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഹിസ് നെയിം എന്ന് പറയുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വെളിപ്പാടായി വന്നു. the visible image of the invisible God. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപം മനുഷ്യൻ എന്ന ആ ഒരു അവസ്ഥയിൽ. എന്തുകൊണ്ട് മനുഷ്യൻ എന്ന അവസ്ഥയിൽ വന്നു? ആദ്യ നിയമത്തിൽ അവൻ ഒരു പാറയായി, അഗ്നിമേഘ സ്തംഭങ്ങളായി തൻ്റെ ജനത്തെ നടത്തി അവൻ ഇസ്രായേലിലേക്ക് പ്രവേശിപ്പിച്ചു, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ പുതിയ നിയമം, വാഗ്ദത്ത നാടായ പുതിയ യെരൂശലേം, ആത്മാക്കളുടെ നാടായ പുതിയ യെരൂശലേം നമ്മൾ കാണുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നു, മുകളിൽ നിന്നും വരുന്ന, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം. അത് ആത്മാക്കൾക്ക് വേണ്ടിയാണ്, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ന്യായവിധിയിൽ തൻ്റെ മക്കളായി എണ്ണപ്പെടുന്ന മക്കൾ എടുക്കപ്പെടേണ്ട സമയത്ത് അവർക്ക് പാപത്തിന് പരിഹാരമായി അവൻ അവരെ പോലെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്, അതായത് ദൈവമക്കൾ, ദൈവപുത്രന്മാർ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും, ആരാണ് അവൻ? പിതാവായവൻ, മക്കളുടെ പിതാവായവൻ, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിൽ കടന്നു വന്നു. പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ ശരീരത്തെ, അതായത് പുത്രനെ, അതായത് അവൻ്റെ ആലയമായി ഈ ലോകത്തിൽ പ്രവർത്തിച്ചവന്, പുത്രൻ എന്ന പദവിയിൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു വന്നു. ആ മനുഷ്യൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായിരുന്നു. പിതാവിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഫിലിപ്പോസ് അവനോട് പറഞ്ഞപ്പോൾ, എന്നെ കണ്ടവൻ, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപത്തെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, അറിഞ്ഞും ഇരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നവൻ അവൻ അറിഞ്ഞും ഇരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ശരിയായി അറിഞ്ഞത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ്. അവർക്ക് അറിയാമായിരുന്നു, അവരുടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് മശിഹായ, രക്ഷിതാവായ, സൃഷ്ടാവായ ദൈവം തന്നെയായിരുന്നു. അവൻ കുഞ്ഞാടായി ഈ ലോകത്തിൽ വന്നു. പക്ഷെ അവൻ രാജാവായ സിംഹം, ജൂദയിലെ സിംഹം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരു കുഞ്ഞാടിന് സിംഹം ആകുവാൻ സാധിക്കുന്നത്? അവൻ രക്ഷയുടെ വേലയിൽ, കുഞ്ഞാടും അവൻ്റെ ആത്മാവ്, പിതാവ് അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന ബന്ധത്തിൽ അവൻ സിംഹം തന്നെ. ദാവീദിന്റെ വേരായിരുന്നു, ദാവീദിന്റെ സൃഷ്ടാവ് ആയിരുന്നു. പക്ഷേ രക്ഷയുടെ വേലയിൽ ദാവീദിന്റെ സന്തതിയായി ഈ ലോകത്തിൽ കടന്നു വന്നു. The root and the offspring of David. He is not only the root of David, but he is also the offspring of David, so that he could finish the work of salvation. The work of salvation wouldn't be possible if he didn't come in the form of a man. ദൈവം
മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല, പക്ഷേ ദൈവത്തിൻ്റെ വെളിപ്പാടിനായി ഒരു മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ കടന്നു വരാമായിരുന്നു. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. ഒരു പ്രവാചകൻ വരുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്നും ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരികയല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മുകളിൽ വരുമ്പോൾ അവൻ ദൈവത്താൽ അയക്കപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏകപുത്രനും ദൈവത്താൽ അയക്കപ്പെട്ടു എന്ന് വചനം നമ്മളോട് പറയുന്നു. വചനം ഒന്നും തെറ്റല്ല, എല്ലാം ശരി തന്നെ. ദൈവികത്വത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തീമോത്തിയോസ് എഴുതിയ ലേഖനം 1 തീമോത്തിയോസ് അതിൻ്റെ 3:16 പറയുന്നു ദൈവികത്വത്തിൻ്റെ മർമ്മം. എന്തിൻ്റെ മർമ്മം? ദൈവികത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ അതിയായി മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത മർമ്മമാകുന്നു അവൻ. ആരാണ് അവൻ? പുത്രൻ അല്ല, ദൈവത്തിൻ്റെ മർമ്മത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ ദൈവപുത്രൻ എന്ന നിലയിൽ അവൻ അയക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യായുടെ ശൃംഖലയിൽ യെശയ്യാവ് എഴുതുന്ന ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, യെശയ്യായുടെ കുറ്റിയായവൻ അവനിൽ യഹോവയുടെ ആത്മാവിൻ്റെ ആവാസം എന്ന് പറയുന്നു. അപ്പോൾ പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ വേല ചെയ്യുന്നു. ഒരു ശരീരത്തെ ദൈവം ഉപയോഗിച്ചു. മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി കടന്നു വന്നു. നമുക്ക് രക്ഷാകരനായ വീണ്ടെടുപ്പുകാരൻ ആയിത്തീർന്നു, ബന്ധുകരനായ വീണ്ടെടുപ്പുകാരനായി തീർന്നു, ഒരു സഹോദരനായി തീർന്നു. നമുക്ക് വേണ്ടി യാഗം കഴിച്ചു, നമുക്ക് വേണ്ടി അവൻ രക്ഷയുടെ വഴിയെ ഒരുക്കി. എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതേ യെശയ്യാവ് പറയുന്നു 25-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നമ്മൾ കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. ആര്? രക്ഷിക്കപ്പെട്ടവർ മാത്രമേ പറയൂ യേശു തന്നെ യഹോവ, അവൻ തന്നെ രക്ഷിക്കുവാൻ വന്നവൻ, അവൻ തന്നെ നമ്മുടെ ദൈവം. വേറെ ഒരു വ്യക്തിയല്ല നമ്മൾ കാത്തിരുന്നത്, അവനെ അത്രേ നമ്മൾ കാത്തിരുന്നത്. യഹോവേ തന്നെ, എൻ്റെ ദൈവമായ യഹോവേ തന്നെയാണ് ഞാൻ എൻ്റെ രക്ഷയ്ക്കായി കാത്തിരുന്നത് എന്ന് പ്രവാചകൻ മുഖാന്തരം ക്രിസ്തുവിൻ്റെ ആത്മാവ് യെശയ്യാവിൽ കൂടെ പറയുന്നു എന്ന് 1 പത്രോസ് 10:11 സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ യഹോവ, അവനാണ് രക്ഷയ്ക്കായി കടന്നു വരുന്നത്, അവനെ അത്രേ നമ്മൾ കാത്തിരുന്നത്. അവൻ തന്നെ യഹോവയെന്ന് അറിയാത്തവർ തൻ്റെ പാപത്തിൽ മരിക്കും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8:24 അവൻ വ്യക്തമായിട്ട് പറയുന്നു. അത് കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുക, അല്ലെങ്കിൽ ഒറിജിനലിൽ പോയി വായിക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, പിതാവ് എവിടെ എന്ന് 8:19 പരീശന്മാർ ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ തന്നെ അവൻ. ഇഫ് യു ഡു നോട്ട് ബിലീവ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. ദൈവമല്ലാതെ വേറെ ഒരു രക്ഷിതാവില്ല. ഒരേ ദൈവം, യഹോവയായ ദൈവം. ആ ദൈവത്തിൻ്റെ കൈ തന്നെ നമ്മളെ സൃഷ്ടിച്ചു. ആ ദൈവത്തിൻ്റെ കൈ, വചനം തന്നെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വചനം ജഡമായി തീർന്ന് ഈ ലോകത്തിൽ വന്ന് പാർത്തു. നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി വേല ചെയ്തു. വന്നത് വേറെ ആരുമല്ല, അവനെ തന്നെ നമ്മൾ കാത്തിരുന്നു. അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തന്നെ നാമം വെളിപ്പെട്ടപ്പോൾ യെശയ്യാവ് പറയുന്നു,
65 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വൃതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും. തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. ഒരു പുതിയ നാമം വെളിപ്പെടും. ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ ഒരു പുതിയ നാമം വെളിപ്പെടും. ആ നാമം യോവേൽ പ്രവാചകൻ പറഞ്ഞു, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ പത്രോസ് പറയുന്നു, ഇതാകുന്നു യോവേൽ പ്രവചനത്തിൽ പറയുന്ന ആ വലിയതും ഭയങ്കരമായ ദിവസം, ആത്മാവ് തൻ്റെ മക്കളുടെ മേൽ വീഴുന്ന ആ വലിയ ദിവസം, ആ പെന്തക്കോസ്ത് ദിനം തന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അവിടെ യഹോവയുടെ നാമം, കർത്താവായ നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ, കർത്താവ് ഏകൻ തന്നെ എന്ന ആ ഒരേ കർത്താവിൻ്റെ നാമം ആ ദിവസം വെളിപ്പെട്ടു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും അവൻ വാഗ്ദത്തം ചെയ്തു. അവൻ്റെ നാമത്തെ അറിയുക. യഹോവയുടെ കൈ, യഹോവയുടെ വചനം തന്നെ എന്ന് അറിയുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് യഹോവയുടെ കൈ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. സകലമാനവും മഹത്വം കർത്താവായ യേശു മശിഹായ്ക്ക് നൽകുന്നു. സ്തോത്രം.